ഹലോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഞാൻ ഓയിൽ പേസ്റ്ററിൽ വരച്ച കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഓയിൽ പേസ്റ്ററിൽ ഉണ്ടാക്കിയതാണ്. ഇതടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത് ഉണ്ടാക്കിയ ക്രാഫ്റ്റ് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇത് നമ്മൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, ഇത് പറയുന്നത് ഒരു നോട്ടാണ് ഉണ്ടാക്കുന്നത്. കാണിച്ചു തരാം. ഇത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു വേറെ ഐറ്റം കണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ വേറെ കണ്ട് അങ്ങനെയാണ്. ഇതിങ്ങനെ തുറക്കുക. ഇതാ നോട്ട് ബുക്കാണ്. നോട്ട് കണ്ടല്ലേ. നമുക്കതേമാതിരി തന്നെ അവിടെ വെക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന ഇതുണ്ടല്ലേ, തുറന്ന് കാണിച്ചാൽ ഇതാ ഇങ്ങനൊരു ബോക്സ്. അതേമാതിരി നമുക്ക് മാർക്കേക്കും ചെയ്യാം. മാർക്കേക്കാൻ മതി. അതാണ് ഞാൻ അടുത്തത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ബുക്കുമ്മൊക്കെ അങ്ങനെ വെക്കൂലേ, ഇങ്ങനെ ചെരിഞ്ഞിട്ട് അടയാളം, അതാണ് കേട്ടോ. ഞാൻ അടുത്തത് ഉണ്ടാക്കി കാണിച്ചു തരാം. അടുത്തത് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു വാച്ചാണ്. ഇത് ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റുന്ന വാച്ച് ബുക്കാണ്. നമുക്ക് കൈമൊക്കെ കട്ടാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ടോ, ഈ ഇതിനുള്ളൊക്കെ ഇങ്ങനെ തേക്കി കൊടുത്താൽ മതി. കൈമൊക്കെ ഇട്ടാട്ടോ. അങ്ങനെ ഇട്ട വാച്ചാണ്. അങ്ങനത്തെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ രണ്ടും. പിന്നെ ഒരു സ്കെയിൽ ഉണ്ടാക്കിയതാണ് ഞാൻ. അടുത്ത് ഞാൻ കാണിച്ചു തരാം. അടുത്ത് ഉണ്ടാക്കിയിട്ടൊരു പൗച്ചാണ് കേട്ടോ. നമ്മൾ ഇതിങ്ങനെ മടക്കണം. എന്താ ഇങ്ങനെ പൗച്ച്. ഇതാ അങ്ങനെ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. കുറേ സാധനത്തിലും കുഴപ്പമൊന്നുമില്ല, ഇത് കീറൊന്നുമില്ല. ഇങ്ങനെ വെക്കുന്ന ഒരു പൗച്ചാണ്. അടുത്തത് ഇങ്ങനത്തെ സാധനമാണ്. ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണൊക്കെ സാധനം കേട്ടോ. ഇതാണ് റൊട്ടേറ്റ് ചെയ്യില്ല, അങ്ങനെയൊക്കെ സാധനം ആണ്. ഉണ്ടല്ലേ. ഇനി അടുത്തത് കാണിച്ചു തരാം. അടുത്തത് എന്ന് പറയുന്നത് അതേമാതിരി വേറെ ഐറ്റാണ്. ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തത് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അതെങ്ങോട്ട് നിൽക്കട്ടെ. അടുത്തത് എന്ന് പറയുന്നത് ഒരു ഫോൺ മാരത്തെ കാൽക്കുലേറ്ററൊക്കെ മാരത്തെ ഉണ്ടാക്കിയതാണ്. ഇത് എങ്ങനെയില്ല കേട്ടോ, അടുത്ത് ഉണ്ടാക്കിയതാണ്. ഇതെന്ന് പറയുന്നത് സ്കെച്ച്. ഇതിനായിട്ട് ഇവിടെ ഒട്ടിയിട്ടില്ല, നേരെ പോരും. അതാണ് ഇതാണ്ടോ. അങ്ങനെ ഇതിങ്ങനെ ചെറിയ ബോയിങ് ഗേളിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇതാ അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ. ഓക്കെ, അതാണ് ഈ സ്കെച്ചും കൂടെ എഴുതാനുള്ളതാണ്. കറക്കാം. അടുത്തത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇവിടെ വെക്കട്ടെ. അടുത്തത് ഒരു ഫോണാണ്. ആപ്പിളിൻ്റെ ചിത്രം വെക്കാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ തുറക്കാം. നമുക്ക് തുറന്നിട്ട് ഇതാണ് ഗൈസ്. ഇതിങ്ങനെ നിൽക്കും. സ്കെച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. സ്കെച്ച്, പെൻസില്, പിന്നെ ഇതുണ്ടല്ലേ, ഇതങ്ങനെ ആടുന്നുണ്ട്. അതാ ഹലോ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിത് ഇതേമാതിരി കുറച്ച് ഇങ്ങനത്തെ പേപ്പർ ഇതിങ്ങനെ കാണിച്ചില്ല. ഇത് കാണിച്ചാൽ കുറച്ചൊക്കെ ഉണ്ട്. ഇങ്ങനെ വെച്ചു. നമുക്ക് ഇതിങ്ങനെ കാക്കിയിട്ട് എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെ നൂല്, കുറേ നൂല്, അങ്ങനത്തെ സാധനമാണ്. അത് മടക്കി വെക്കട്ടെ. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ. പക്ഷെ ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കുറേ ഉണ്ടാക്കി വെക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ്, പേപ്പർ കട്ടറാണ്. ഇത് നമ്മൾ ഇതിൻ്റെ നടുവ് വെക്കാൻ സാധിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നടുവത്തെ സാധനം ഉണ്ടാക്കാമെന്ന്. ഇങ്ങനെ സ്കെയിലിൻ്റെ അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പൊന്തിക്കുക. നമുക്ക് വേണ്ട പേപ്പർ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെക്കുക, വെച്ചിട്ട് നടക്കുക. നമ്മൾ ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സാധനം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു. പിന്നെ വെച്ചിട്ട് നമുക്ക് ഇതിന് നടുവിൽ വെച്ചിട്ട്
വെച്ച് ഇങ്ങനെ വരണ പേപ്പർ കീറും. അതാണ് ഉണ്ടാക്കിയത്. അതാണ് കേട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഗെയിമിംഗ് ബുക്കാണ്. അത് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട്, കൂടുതൽ ഗെയിംസൊക്കെ ഉള്ളതാണ്. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ അടുത്തത് ഗെയിമിംഗ് ബുക്കാണ്. ഇതാ ഗൈസ് ഉണ്ടാക്കിയത്. ഇവിടെ പശ തേച്ചിൻ്റെ പാടാണ് നിങ്ങൾ കാണുന്നത്. ഗെയിമിംഗ് ബുക്ക്, മൈ ഗെയിമിംഗ് ബുക്ക്. യൂണിക്കോണിന് ഞാൻ വരച്ചതാണ്, അച്ചടിച്ചതല്ല കേട്ടോ ഗൈസ്, സത്യമാണ് ഞാൻ വരച്ചതാണ്. അതിൻ്റെ ബാക്ക് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ പേജ് ഇത് ലുഡോ ആണ്. കേട്ടോ പശ തേച്ചില്ലേ, അത് കുറച്ച് ഫസ്റ്റ് തേച്ചപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയി. ഇത് ലുഡോ ആണ്. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, അടുത്തത് ഇന്ന് പറയുന്നത് ഗൈസ് ഇതില്ലേ, ഇത് ഇതാ നമ്മൾ കാണിച്ചതാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വേറെ ഷേപ്പുകൾ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനത്തെയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, കുറേ റൊട്ടേറ്റ് ചെയ്ത് കോഡ് മാർക്ക് കിട്ടും. രൂപം കാണിച്ചാൽ കുറേ റൊട്ടേറ്റ് ചെയ്യണം ഗൈസ്. ഇതാ ഒരു കോൺ, പിന്നെ പൂ, പിന്നെ പൂ, അങ്ങനെ വേറെ ഐറ്റം പൂ കിട്ടും. ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കി ഒട്ടിച്ചാണ്. ഇത് പറഞ്ഞാൽ നമ്മുടെ പീക്കാച്ചുല്ലേ, അത് നമ്മളിങ്ങനെ വെക്കണതാണ്. പീക്കാച്ചു നമ്പർ അതിന് പാക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ആദ്യം നമ്പറിൽ നമുക്ക് വെക്കുക. ഇത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചൂലേ, കല്ല് നീക്കി കളി, അങ്ങനത്തെയാണ്. ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ലവ് ആണ് കേട്ടോ, കല്ലല്ല, ലവ്വാണ് കൊടുത്തിട്ടുള്ളത്. എടുക്കട്ടെ, 1 മിനിറ്റ്. ഇതാ അങ്ങനത്തെ ലവില്ലേ, റോസും ബ്ലൂ ആണ് ലവ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു ഗെയിമാണ് കേട്ടോ, രണ്ടാൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ഞാൻ ഒന്നെടുത്ത് കാണിച്ചതാണ്. ഇത് നമ്മൾ ഈ താഴത്ത് വെക്കുക. താഴത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ മോൾക്ക് പൊന്തും കേട്ടോ. അപ്പോൾ അങ്ങനെ പൊന്തി പോകും. അതുണ്ടോ, എന്നിട്ട് അതിനപ്പുറത്ത് ചാടും. അതാണ് കളി. അത് ജയിച്ചോ, അങ്ങനെയാണ് ഫസ്റ്റ് ജയിക്കുക. രണ്ടാൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഗെയിം. പിന്നെ അടുത്തത് നോക്കട്ടെ, 1 മിനിറ്റ്. ഓക്കെ, ഇനി അപ്പുറത്തെ പേജ് നമുക്ക് നോക്കാം. അപ്പുറത്തെ പേജ് എന്താ, ഇത് ചീട്ട് കളിയാണ് ഗൈസ്. ചീട്ട് കളി, ഇതിൽ സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും. സ്റ്റാറും ഇതാ അങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ലാസ്റ്റ് കാണിച്ചു കേട്ടോ. ഇത് പിന്നെ ഒരു ഡോണറ്റാണ്. ഡോണറ്റ് ഇങ്ങനെ ഇതും തുറന്നു ചെയ്തിക്കോ. എന്നിട്ട് നമ്മൾ ഇത് വെച്ചു. അപ്പോൾ ഇതൊരു പാതി കാണുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ഗെയിമാണ്. അതാണ് കേട്ടോ. പിന്നെ ഇത് വേണ്ടത് നമ്മുടെ XOS ആണ്. അതിനുള്ളിൽ ഇത് വെറുതെ വെച്ച പേപ്പറാണ്. ഇതിനുള്ളിൽ അതിൻ്റെ സാധനങ്ങളുണ്ട്. ഇതാ അതാണ്. പിന്നെ ലുഡോക്ക് ഇടാനുള്ള കട്ടയാണ് ഈ സാധനം. അത് ഞാൻ ഇതിനുള്ളിൽ വെച്ചിരുന്നത് കാണില്ലേ. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇതിങ്ങനെ പെൻസിൽ കൊണ്ട് വരക്കണം. ഇത് നമ്മളിങ്ങനെ വരക്കുക. ഇപ്പോൾ ഒരാൾ പെൻസിൽ എഴുതിക്കുക, അയാൾ വേറെ കളർ പെൻസിൽ വെക്കണം. ഇങ്ങനെ വരച്ചിട്ട് പിന്നെ കള്ളി വരക്കുക. ആരാണോ ഫുള്ള് ഈ കള്ളി ഇങ്ങനെ പൂർത്തിയാക്കണത് ഓർക്ക് 1 മാർക്ക് കിട്ടും. അതാണ് ഇപ്പോൾ എൻ്റെ ഈ ഗെയിമിംഗ് ബുക്കിലുള്ളത്. നമുക്ക് ചീട്ട് കളി എങ്ങനെ കാണിച്ചു തരാം. 1 മിനിറ്റ്. അപ്പോൾ ഇതാ ചീട്ട് കളി. ഇപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടാവും, അയാൾക്ക് ഞാൻ ഇത് കൊടുക്കും. ഇതിലിങ്ങനെ കുറച്ച് പിക്ചേഴ്സാണ്, ഒരു സ്റ്റാർ ഇങ്ങനെ പിക്ചർ ഞാൻ ഉണ്ടാക്കി ഒട്ടിച്ചതാണ്. കാണിച്ചു തരാം. കുറേ പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ പിക്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ കൊടുക്കുക. ഓല് വേണമെങ്കിൽ ഇത് ബാക്കൊക്കെ മുന്നിക്കൊക്കെ ആക്കി വെക്കാം. അത് ഓലിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളടുത്തുണ്ട് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള പിക്ചർ നമ്മൾ വെച്ച് എഴുതിക്കോ. അപ്പോൾ അതേമാതിരത്തെ പിക്ചർ മുന്നത്തെ പിക്ചറാണ് വെക്കേണ്ടത്. എന്നിട്ട് അതേമാതിരത്തെ പിക്ചറാണ് വെക്കുക. പിന്നെ വേറെ പിക്ചറിനെ അങ്ങനെ വെച്ച് കളിച്ചതാണ്. പോലത്തെ ഈ പിക്ചർ വേറെ സ്ഥലത്ത് എഴുതിക്കോ. ഫസ്റ്റത്തെ പിക്ചർ നോക്കണം, അപ്പോൾ ഔട്ടായി. പിന്നെ അടുത്ത പിക്ചർ ഇപ്പോൾ അടുത്ത സ്റ്റാർ വെച്ച് എഴുതിക്കോ. അപ്പോൾ അടുത്ത പിക്ചറിന് സ്റ്റാർ ആണെങ്കിൽ ഇതൊക്കെ എടുക്കണം. ആരുടെയാണ് കൂടുതൽ ഓലാണ് ജയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് ബുക്കിലുള്ളത്. നമുക്ക് തിരിച്ച് വെക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടാക്കി വെക്കുക. വിരുന്നാർ കസിൻസൊക്കെ വരുമ്പോൾ നമുക്ക് കളിക്കാം. വളരെ വലിയ രസമാണ്. ഇത് ഞാൻ സ്കൂൾക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഇത്രയുള്ളൂ എൻ്റെ ഗെയിമിംഗ് ബുക്കിലുള്ളത്.
ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫസ്റ്റ് കളിച്ചാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കുറേ നല്ല ഒച്ചിനത്തിലൊക്കെ അത് ഞാൻ എപ്പോഴും ഇത് തന്നെ വെക്കുകയാണ്. കാരണം അത് വേറെ വെറുതെ ഉണ്ടാക്കി വെച്ചതാണ്, ആവശ്യമൊന്നുമില്ല, വെറുതെ വെച്ചതാണ്. പിന്നെ ഈ ലൂഡോൻ്റെ സാധനം തന്നെ താനും പോരുന്നുണ്ട്. അപ്പം അത് അതിന് നോക്കട്ടെ. ഇത് ലൂഡോൻ്റെ വരെ പേപ്പറാണ് കേട്ടോ പറ്റി കഴിക്കണത്. ആ കട്ട മറ്റേ കട്ട അപ്പുറത്തേലുണ്ട്, എന്നാലും ഇത് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിമിംഗ് ബുക്കിലുള്ളതെന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഈ ബോക്സാണ്. ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടായിരിക്കാം, ചിലപ്പോൾ കാണുള്ളൂ കേട്ടോ. ഇതിങ്ങനെ തട്ട് കണ്ടില്ലേ, ഇത് തുറക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കിയ സ്റ്റിക്കറാണ്. അങ്ങനെ തട്ട് വെക്കുക. പിന്നെ ഈ തട്ട് ഇങ്ങനെ എടുക്കാം, നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ക്രാഫ്റ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്തത് നമ്മൾ ക്രാഫ്റ്റ് പറയുന്നത്. ഇത് ഷെൽഫാണ്. നമ്മൾ അവിടെ കണ്ടില്ല, ആ ഉണ്ടാക്കിയ ഷെൽഫില്ല, അതേമാതിരത്തെ കുഞ്ഞിത് ഉണ്ടാക്കിയിട്ടാണ്. അതിലൊന്നും ഇട്ടിട്ടില്ല, ഇറക്കാൻ പറ്റുന്നത് അതാണ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടാവും, ഓർമ്മയില്ല. ഇതെങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുന്ന ഷേപ്പാണ് ഗൈസ്. ലൂഡോ മരത്തിൽ കട്ടൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ. ലൂഡോ മരത്തെ കട്ടല്ല, മറ്റേ ഇതിൻ്റെ പേര് കിട്ടണില്ല ഗൈസ്, ഓർമ്മ കിട്ടണില്ല. എങ്ങനെയപ്പോൾ പറയുന്നത് കിട്ടണില്ല. അതങ്ങനെയൊക്കെയാണ്. നമുക്ക് കുറേ ഷേപ്പൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ കട്ട നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ നമുക്ക് ഒരു ടേബിളും കസേരമാർക്ക് ഇങ്ങനെ വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കാം, സോഫ എടുക്കുക. അങ്ങനെയൊക്കെയാണ് പ്രത്യേകത ഗൈസ്, കണ്ടില്ലേ. പിന്നെ നമുക്കിത് ഇങ്ങനെ വെക്കാം, അതാണ് പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ്. അല്ല, ഒന്നും കൂടി ഉണ്ട്, അതുപോലെ കാണിച്ചാൽ അത് ഉള്ളിൽ വെക്കട്ടെ ഗൈസ്. പിന്നെ അടുത്ത വീഡിയോ എൻ്റെ ജേർണലിങ് ചെയ്തതായിരിക്കും. നോട്ട് ഉണ്ടാക്കിയതാണ്, വെറുതെ ഉണ്ടാക്കിയതാണ്. റൗണ്ട് നോട്ട് അങ്ങനത്താണ്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.